അപ്പോൾ ചാണകം ഈസിയായി പൊടിക്കാനായിട്ട് ഒരു മെഷീൻ വാങ്ങി, നല്ല ഭസ്മം മാതിരി പൊടിക്കാനായിട്ട്. ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനീസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ, നമ്മുടെ കൃഷിയൊക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ കൃഷിക്ക് അത്യന്താപേക്ഷിതമായ ഒരു ഘടകമാണ് ചാണകം എന്ന് പറയുന്നത്. അപ്പം ഈ ചാണകം നമ്മൾ പച്ചയ്ക്ക് കൊണ്ടുവന്ന് ഓരോന്നിൻ്റെയും ചുവട്ടിൽ കൊണ്ടിടുന്നതിനേക്കാൾ നല്ലത് അത് ഉണക്കി പൊടിച്ച് കൊണ്ടുവന്നിടാന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പം ചാണകം ഉണക്കി പൊടിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കർഷകരായ നമ്മൾ ഓരോരുത്തരും കുറേ കഷ്ടപ്പെടും. കുറേ പേര് വെയിലത്ത് കൊണ്ടിട്ട് ഉണക്കും, കുറേ പേര് തണലത്ത് കൊണ്ടിട്ട് ഉണക്കും. അതേപോലെ തന്നെ ചുറ്റിയിൽ വെച്ച് ഇടിച്ച് പൊടിച്ച് ചാണകപ്പൊടി ഉണ്ടാക്കാറുണ്ട്. അങ്ങനെ പല മാർഗ്ഗങ്ങളും ചെയ്യാറുണ്ട്. എങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ചാണകം എങ്ങനെ പൊടിയാക്കാമെന്നുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഞങ്ങളൊരു ചെറിയ മെഷീനൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് കാണാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് മിനീസ് ലൈഫ് സ്റ്റൈൽ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് കൃഷിയൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, വിത്തുകളൊക്കെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റായ minisslifestyle.com ഒന്ന് വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിത്തുകളും ഗ്രോബാഗും ഒക്കെ വാങ്ങിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ 5 വിത്തുകളും അതിൽ കൂടുതൽ വിത്തുകളും വാങ്ങിക്കുന്നവർക്ക് നമ്മൾ 3 ടൈപ്പ് വിത്തുകളുടെ ഫ്രീയും നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് കാണാം. ഈ നിൽക്കുന്നവരൊക്കെ തന്നെയാണ് എൻ്റെ ചാണകം പൊടിക്കുന്ന മെഷീനുകൾ. അപ്പം നിമിഷ നേരം കൊണ്ട് തന്നെ അവർ ചാണകം നല്ല ഉണക്കി പൊടിച്ച് നല്ല ഭസ്മമാക്കി തരുന്നുണ്ട്. ഇവിടെ കിടക്കുന്നുണ്ടോ, ഞാൻ ഒന്ന് കോരി കാണിച്ചു തരാമേ. കണ്ടോ, ഒന്ന് നോക്കിയേ. ഇതേപോലെ പൊടിഞ്ഞ് കിട്ടുന്ന ഏതെങ്കിലും മെഷീനുണ്ടോ? നല്ല അടിപൊളിയായിട്ടാണ് ഭസ്മം മാതിരിയാണ് അവരത് പൊടിച്ചിട്ടേക്കുന്നത്. ഇത് നമ്മൾ ഇപ്പം ചാണകം വാങ്ങിച്ചിട്ടെന്ന് പറഞ്ഞാൽ ഒരു 2 മാസത്തോളമായി കാണത്തേ ഉള്ളൂ. വെള്ളം മാതിരി ഇരുന്ന ചാണകമായിരുന്നു. ഇവരെ അങ്ങോട്ട് നമ്മുടെ കൂട്ടിൽ നിന്ന് അങ്ങോട്ട് തുറന്നു വിടുമ്പോഴത്തേക്ക് അവർ ചാണകക്കൂട്ടിലോട്ടാണ് വന്നിറങ്ങുന്നത്. നല്ല അടിപൊളിയായിട്ട് അവർ ചിക്കി ചിതഞ്ഞ് അതിനകത്തുള്ള സൂക്ഷ്മാണു ജീവികളെ എല്ലാം അവർ ഭക്ഷിച്ചിട്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ട് മുട്ടയും തരും. അതേപോലെ തന്നെ അവർക്ക് നല്ല വിശപ്പും അടങ്ങും. നമ്മുടെ ചാണകം നല്ല പൊടിയായിട്ട് കിട്ടുകയും ചെയ്യും. ഇതാണ് ഞാൻ പറഞ്ഞ എൻ്റെ മെഷീനുകൾ. അപ്പം കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഫേസ്ബുക്കിലും യൂട്യൂബിലുമായിട്ട് 2 ലക്ഷത്തോളം ആൾക്കാരത് കണ്ട വീഡിയോ ആണ്. അപ്പം നന്നായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. കാരണം ഞാനതിൽ പറഞ്ഞത്, കോഴിയെ വളർത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ 5ഓ 10ഓ വാങ്ങി അതിൻ്റെ എക്സ്പീരിയൻസ് നോക്കിയിട്ട് വേണം പിന്നെ കൂടുതൽ കൃഷിയിലോട്ട് പോകാനായിട്ട്. അപ്പം കുറേ പേര് എന്നെ വാട്സപ്പ് നമ്പറിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവർക്കൊക്കെ ഒരുപാട് സന്തോഷമായി. മിനി ചേച്ചി ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടത് നന്നായി. ഞങ്ങളൊരു ഫാം തന്നെ നടത്താനായിട്ട് ഇരിക്കുമായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത്. ആദ്യം ഞങ്ങളൊരെങ്കിൽ ഒരു 10 എണ്ണം വളർത്തി നോക്കട്ടെ, പിന്നെ ഞങ്ങൾ വലുതായിട്ട് നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് നമുക്ക് നല്ലൊരു ഇതായിരുന്നു കേട്ടോ. നല്ല റീച്ച് കിട്ടിയ വീഡിയോ ആയിരുന്നു. അപ്പം കോഴിയെ വളർത്താനൊക്കെ ആഗ്രഹിക്കുന്നവർ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയിട്ട് നിങ്ങൾ കോഴിയെ വളർത്താനായിട്ട് ശ്രമിക്കുക. ബാ 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 ബാ. അപ്പോൾ അവർക്ക് എപ്പോഴും ഇങ്ങനെ നമ്മൾ പച്ചിലയൊക്കെ കെട്ടിയിട്ട് കൊടുക്കാമെന്നുണ്ടെങ്കിൽ അവരങ്ങ് കഴിച്ചോളും. ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നമ്മുടെ കോഴികൾക്ക് പച്ചിലകളെന്ന് പറഞ്ഞാൽ. പിന്നെ പറഞ്ഞു വന്നത് കൂടിനെ കുറിച്ചാണേ. അപ്പം കുറേ പേര് നമ്മുടെ കൂടിനെ കുറിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പം ചിലർക്കൊന്നും വ്യക്തമായിട്ടില്ല. ഒന്നുകൂടെ ഒന്ന് വ്യക്തമാക്കി പറയണേ എങ്ങനെയൊക്കെയാണ് അത് ചെയ്തേക്കുന്നതെന്നുള്ളത്. അപ്പം നമ്മൾ അതൊന്നുകൂടെ വ്യക്തമാക്കി പറയുകയാണ്. അപ്പം ഞാൻ നേരത്തെ തന്നെ 2015 നാട്ടിൽ വന്നപ്പോൾ ഞാനൊരു നമ്മുടെ പഴയ രൂപത്തിലുള്ള കോഴിക്കൂടായിരുന്നു. അതൊക്കെ അന്നത്തെ വീഡിയോ ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം പിന്നെ എനിക്ക് തോന്നി കുറച്ചുകൂടെയൊക്കെ നന്നായിട്ട് വളർത്തണമെന്ന് തോന്നിയിട്ട് നമ്മുടെ പഴയ വീടിൻ്റെ ഒരു സൈഡ് എടുത്തിട്ട് അതിനകത്തോട്ട് ഒരു 10-25 കോഴിയെ വളർത്തത്തക്ക രീതിയിൽ ഒരു കൂടുണ്ടാക്കി. അതെന്ന് വെച്ചാൽ റെക്റ്റാങ്കിൾ ഷേപ്പിൽ നമ്മളൊരു കൂടുണ്ടാക്കി അതിൻ്റെ ഹാഫ് പോർഷൻ എടുത്തിട്ട് ഒരു സ്ക്വയർ രൂപത്തിലാക്കിയിട്ട് വീണ്ടും ഒരു തട്ടായിട്ട് വീണ്ടും ഒരു കൂടുണ്ടാക്കി. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ കൂടെന്ന് പറയുന്നത്. അതിൻ്റെ എൻട്രൻസ് ഒക്കെ അങ്ങ് ഫ്രണ്ടിലാണ്. ഞങ്ങളിപ്പം വീടിൻ്റെ ബാക്ക് സൈഡിലാണ് നിൽക്കുന്നത്. അവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ മെയിൻ ഗേറ്റ് അവിടെയാണ്. അപ്പോൾ ഇതാണ് സ്ക്വയറായിട്ട് നമ്മൾ ഹാഫ് പോർഷൻ എടുത്തിട്ട് കോഴി കുഞ്ഞുങ്ങളെ ഇവിടെ വളർത്താം, വലിയ കോഴികളെ താഴെ വളർത്താം എന്നൊക്കെ ഉള്ള രീതിയിലാണ്. ഒരു 10-25 കോഴികളെ വളർത്താം എന്നുള്ള രീതിയിലാണ് ഇങ്ങനെ ചെയ്തത്. അപ്പം പിന്നെയും ഇപ്പം 2025 ആയപ്പോഴത്തേക്ക് 2026 ആയപ്പോഴത്തേക്കാണ് പിന്നെ വീണ്ടും പുതിയ ഐഡിയകൾ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവിടെ എല്ലാം കവറിങ് ആയിരുന്നു. അതിൻ്റെ കവറാണ് ഇത്.
അപ്പോൾ അത് നമ്മൾ ഇത്രയും ഭാഗം ഇനി കട്ട് ചെയ്ത് താഴോട്ടിട്ടു. കോഴിക്ക് ഇറങ്ങി വരത്തക്ക രീതിയിൽ ഇങ്ങനെ അങ്ങോട്ട് തുറന്നങ്ങിട്ടിരിക്കുകയാണത്. എന്നിട്ടാണ് നമ്മൾ ഈ ഷെഡ് കെട്ടിയിരിക്കുന്നത്. ഈ ഷെഡ് ഇച്ചിരി നല്ല വിസ്താരത്തിൽ നമ്മൾ കെട്ടി. എന്താണ് ചാണകം കൊണ്ടിടാനും അതേപോലെ തന്നെ കമ്പോസ്റ്റ് ഉണ്ടാക്കാനും ചാരം ഇടാനും ഒക്കെ ആയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ചാണകം നമ്മൾ വാങ്ങിച്ചാലുണ്ടല്ലോ, നമ്മൾ പറമ്പിലോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൻ്റെ വടക്കേ വശത്ത് ഒരു പുളിയുണ്ട്, പുളിയുടെ മൂട്ടിലൊക്കെയാണ് നമ്മൾ കൊണ്ടിടാറുണ്ടായിരുന്നത്. അപ്പോൾ അതങ്ങനെ കിടക്കുമ്പോൾ നമുക്കൊരു വൃത്തികേട്, കാരണം ഒരു കവറും ഒക്കെ ഇട്ട് മൂടി ഇങ്ങനെ ഇട്ടേക്കുമ്പോൾ വൃത്തികേടും. അതേപോലെ തന്നെ എന്താണ് മഴയൊക്കെ പെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ ചാണകത്തിൻ്റെ ഗുണങ്ങളെല്ലാം പോകുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കരുതി ഇങ്ങനെ വാങ്ങിച്ച് ഒരു ഷെഡുണ്ട്. എന്തായാലും പൈസ ചിലവാകും. എന്തായാലും ഒരു 50-55 രൂപയൊക്കെ ആയി ഇതിന് കേട്ടോ. കണക്കൊന്നും എഴുതിയിട്ടൊന്നുമില്ല. പൈസയൊക്കെ നോക്കുകയെന്നുണ്ടെങ്കിൽ അത്രയൊക്കെ ആയി കാണും. അപ്പം ഈ ഇങ്ങനെ ചെയ്തപ്പോൾ ചാണകം കൊണ്ടിടാം, കോഴികൾ അതിനകത്തോട്ട് നമുക്ക് അഴിച്ചു വിടാം. അപ്പോൾ 25 കോഴിയല്ല 50 കോഴി ഉണ്ടെങ്കിലും അതിനകത്ത് നമുക്ക് നല്ല ഈസി ആയിട്ട് വളർത്താനായിട്ട് സാധിക്കും. അങ്ങനെയാണ് നമ്മൾ ഈ കൂട് കെട്ടിയത്. പിന്നെ അതിൻ്റെ ചുറ്റിനും കുറച്ചുകൂടെയൊക്കെ ഐഡിയപരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതുണ്ടോ, ഇങ്ങനെയുള്ള ഒരു സന്നാഹം കൂടെ ഒരുക്കിയിട്ടുണ്ട്. കാരണം നമ്മൾ പിന്നെ പെട്ടിയോട്ടയിൽ ചാണകം കൊണ്ടുവരുന്നെന്നുണ്ടെങ്കിൽ അതിൻ്റെ പരുവത്തിന് ഡോർ അങ്ങോട്ട് തുറന്നാൽ ചാണകം ഇങ്ങോട്ട് മറിക്കത്തക്ക രീതിയിലാണ് നമ്മൾ ചെയ്തേക്കുന്നത്. എല്ലാം നല്ല പ്ലാനിങ്ങോടുകൂടി ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് പണിയാൻ വന്നവർക്ക് തന്നെ ഒരു അതിശയമായിരുന്നത് എന്തൊക്കെയാണ് ചേച്ചി പറയുന്നതെന്നുള്ളത്. ആർക്കും ഇത് സംഭവം മനസ്സിലായില്ല. എല്ലാം നല്ല വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്തപ്പോൾ കറക്റ്റ് രീതിയിൽ നമുക്ക് ചെയ്തു തന്നു. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ ചാണകം പെട്ടിയോട്ടയിലോ അല്ലെങ്കിൽ ലോറിക്കകത്തോ കൊണ്ടുവന്ന് തറയിലിടുക, പിന്നെ അത് വാരി ഇങ്ങോട്ട് കുഴിക്കകത്തോട്ട് ഇടുക എന്നൊക്കെ പറഞ്ഞാൽ ഇരട്ടി ചിലവല്ലേ. അപ്പം ഡയറക്റ്റ് കൊണ്ടുവന്ന് നമ്മുടെ കൂട്ടിനകത്തോട്ട് മറിക്കത്തക്ക രീതിയിലാണ് ഇത് നമ്മൾ കൂട് സെറ്റ് ചെയ്തത്. അപ്പം നല്ലൊരു ഐഡിയ ഇല്ലയോ? അപ്പോൾ ഇത് നമുക്കങ്ങ് പുറകോട്ട് ഇങ്ങനെ അങ്ങ് നീക്കാം. മടക്കാണിത്. ഇങ്ങനെ അങ്ങോട്ടങ്ങ് നീക്കിക്കൊണ്ട് ആ സൈഡിലോട്ട് അങ്ങ് നീങ്ങിക്കോളും. അപ്പം വണ്ടിക്ക് ഇങ്ങോട്ട് വന്നിട്ട് ചാണകം ഇങ്ങോട്ട് അങ്ങ് മറിച്ചിടാം. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഓരോ ഐഡിയകൾ. അപ്പം എന്തായാലും നമ്മൾ ചാണകക്കൂടുണ്ടാക്കി, കോഴിക്കൂടുമായി. അപ്പോൾ ഇത് ഒരു നല്ല രീതിയിൽ നമുക്ക് എപ്പോഴെങ്കിലും എന്തെങ്കിലും വേറെ രീതിയിൽ എന്തെങ്കിലും ചെയ്യണമെന്ന് വെച്ചാലും ചെയ്യാമല്ലോ. അപ്പോൾ എന്തായാലും 3 പാർട്ടാക്കിയിട്ടുണ്ട്. ഒന്ന് ചാരം ഇടാനായിട്ട്, ഒന്ന് കരിയില കമ്പോസ്റ്റ് ഉണ്ടാക്കാനായിട്ട്, ഒന്ന് ഈ ചാണകം കൊണ്ടിടാനായിട്ട്. അപ്പം ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒന്നിനകത്ത് അവർക്ക് പുല്ലൊക്കെ കൊണ്ടിട്ട് കൊടുക്കും, ഒന്നിനകത്ത് ചാരമായിരുന്നു. പക്ഷേങ്കിൽ നമുക്ക് ചാരം അങ്ങനെ കൊണ്ടിടാൻ അധികം ഇല്ലാത്തത് കൊണ്ട് അന്നുള്ള ചാരമൊക്കെ ഓരോന്നിൻ്റെയും മൂട്ടിലൊക്കെ അപ്പം കൊണ്ടിടുന്നത് കൊണ്ടും ഇവിടെ ഈ വീട് അല്ല ഈ എന്താണ് കളിയിൽ പണിഞ്ഞതിൻ്റെ ഒരു ചാണകക്കുഴി പണിഞ്ഞതിൻ്റെ കുറച്ച് മണലുണ്ടായിരുന്നു. ആ മണൽ കൊണ്ടുവന്നാണ്ട് ഞാൻ ഇതിനകത്ത് ഇട്ടിരിക്കുകയാണ്. അപ്പം അതിനകത്ത് കയറിയാണ് ഈ പെണ്ണുങ്ങളൊക്കെ മുട്ടയിടുന്നത്. ഡെയിലി എനിക്ക് ഈ 12 പേരുണ്ട്, 12 മുട്ടയും അവരിട്ട് തരും. പിന്നെ ചില ദിവസങ്ങളിൽ മാത്രമേ ഉള്ളൂ 11 മുട്ടയൊക്കെ കിട്ടുന്നത്. അപ്പം ഈ ഇങ്ങനൊരു ഐഡിയ കാണിച്ചുകൊണ്ടായിരിക്കാം നമ്മൾ നല്ല തീറ്റയും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഈ ചാണകത്തിൽ നിന്ന് കിട്ടുന്നതായ പുഴുക്കളെയും ഒക്കെ കഴിക്കുന്നുണ്ടായിരിക്കാം. നല്ല മുട്ടയും നല്ല വലിപ്പമുള്ള മുട്ടയും ദിവസവും മുട്ടയും ഒക്കെ കിട്ടുന്നത്. എനിക്ക് നമുക്ക് പെണ്ണുങ്ങൾക്ക് ഒരു ചെറിയ നല്ലൊരു വരുമാനമല്ലേ ഇത്. എനിക്ക് ഭയങ്കര സന്തോഷം അവരെ ഇങ്ങനെ വളർത്തുന്നതിൽ. ഇപ്പം 12 കോഴിയേ ഉള്ളൂ, അത് കുറഞ്ഞു പോയി എന്ന് എനിക്ക് തോന്നുന്നു. അപ്പം എന്തായാലും ഇനി കുറച്ചുകൂടെ എനിക്ക് വാങ്ങിച്ച് വളർത്തണമെന്നുണ്ട്. കുറഞ്ഞത് 25 കോഴിയെങ്കിലും വാങ്ങിച്ച് വളർത്തണമെന്നുണ്ട്. കാരണം ഞാൻ ആദ്യം നിങ്ങളോടൊക്കെ പഴയ വീഡിയോയിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ ആദ്യം നമ്മൾ വളർത്തുമ്പം കുറേശ്ശെ വളർത്തുക, പിന്നെ വളർത്തി നമ്മൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലായതിന് ശേഷം കൂടുതൽ വളർത്താനായിട്ട് ശ്രമിക്കാം. അപ്പം ഇതിനെയൊക്കെ വളർത്തിയപ്പോഴും 12 പേരുണ്ട്, 12 ഇപ്പോഴും ഉണ്ട്. പിന്നെ ആദ്യമൊക്കെ ഒരു കുഞ്ഞിൻ്റെ കണ്ണിന് ഇങ്ങനെ വീങ്ങിയിട്ട് കണ്ണടഞ്ഞിരുന്ന്, അപ്പോൾ അതൊന്ന് ഞെക്കി നോക്കിയപ്പോൾ കാണാം ഒരുപാട് വെള്ളം ഇങ്ങനെ ചാടി ഇങ്ങ് വീണു. അപ്പോൾ അതിന് ഞാൻ കുറച്ച് വിക്സ് എടുത്തിട്ട് കയ്യിലിങ്ങനെ ഒന്ന് ചെറുതായിട്ട്, കണ്ണല്ലേ അപ്പം ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് തുടച്ചു കൊടുത്ത് 2 ദിവസം കഴിഞ്ഞപ്പോൾ അതിൻ്റെ അസുഖമൊക്കെ മാറി. അങ്ങനെയുള്ള വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. വിക്സ് എന്നും പറഞ്ഞിട്ട് നിങ്ങൾ കളിയാക്കിയൊന്നും വേണ്ട. കുറേ പേരെങ്ങനെ നമ്മുടെ കോഴിയുടെയൊക്കെ വീഡിയോ ഇടുമ്പോഴും കമൻറ്റ് ബോക്സിൽ ഇങ്ങനെ ഒന്ന് ചോദിക്കാറുണ്ട്, കോഴിയുടെ കണ്ണടഞ്ഞിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ അതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക. കണ്ണ് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ കൺപോളയിൽ സ്വല്പം വിക്സ് തേച്ച് കൊടുക്കുക. പിന്നെ പമ്മി ഇരിക്കുകയെന്നുണ്ടെങ്കിൽ അതിൻ്റെ അതിൻ്റെ 2 ചിറകുണ്ടല്ലോ അതൊന്ന് പൊക്കിയിട്ട് നന്നായിട്ട് വിക്സൊക്കെ തേച്ച് കൊടുക്കുക. നന്നായിട്ട് ആ അസുഖമൊക്കെ മാറിക്കിട്ടും കേട്ടോ. എനിക്ക് അങ്ങനെയൊക്കെയുള്ള അനുഭവം ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഞാൻ പറയുന്നത്. അനുഭവത്തിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഓരോ കാര്യങ്ങളാണ്. അപ്പം കോഴിയെ വളർത്തുമ്പോൾ
ആദ്യം കുറച്ചെണ്ണത്തിനെ വാങ്ങിച്ച് അതിൻ്റെ പരീക്ഷണം ഒക്കെ എങ്ങനെ ഉണ്ടെന്ന് നോക്കിയതിന് ശേഷം വിപുലമായിട്ട് നടത്താനായിട്ട് ശ്രമിക്കുക. ഇനി അപ്പുറത്തോട്ട് നോക്കുവാണെങ്കിൽ അവിടെ ഉണ്ട് 2 ഡോറ് കേട്ടോ, അതുകൂടെ കാണിക്കാം. അപ്പം ഇത് തന്നെ നമ്മൾ കട്ട് ചെയ്ത് അതിനൊരു ഫ്രെയിമും ഒക്കെ അടിച്ചു കൊടുത്തിട്ടേ നല്ലൊരു ഡോർ ഇങ്ങനെ ആക്കിയിട്ടിരിക്കുകയാണ്. ഇത് നേരത്തെ ഉണ്ടായിരുന്നത് കട്ട് ചെയ്ത് ഇട്ടിരിക്കുന്നതാണ്. അവർക്കൊന്ന് ഇതിനകത്തോട്ട് കയറാനും ഇറങ്ങാനും ഒക്കെ ഉള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്. പിന്നെ അത്യാവശ്യം അവർക്ക് പോകാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ദണ്ട് ഇങ്ങനെ തടി ഇങ്ങനെ എടുത്ത് വെച്ച് കൊടുത്തേക്കും. അപ്പോൾ അവർക്ക് പെട്ടെന്ന് പോകാനും വരാനും ഒക്കെ 1-2 തടി ഇവിടെ കിടപ്പുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങൾ. പിന്നെ അവർക്ക് രാത്രിയിലൊക്കെ ഇവിടെ നിന്ന് ഇരിക്കാം, പകലൊക്കെ വിശ്രമിക്കാനും ഒക്കെ ഈ തടികളൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ചേക്കുന്നത്. കൂടിൻ്റെ ബാക്ക് സൈഡിൽ 2 ഡോറ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സൈഡിൽ കൂടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വളം കോരി പറമ്പിലോട്ടൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ കൊണ്ടുപോകാം. പിന്നെ അടുത്ത മുട്ടയിടുന്ന സൈഡിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് മുട്ട എടുക്കാനും ആ ഡോർ തുറന്നാൽ മതി. നമുക്ക് ചാണകക്കൂട്ടിനകത്തോട്ട് കയറേണ്ട കാര്യമില്ല. അപ്പം ഈ ഡോറ് തുറന്നിട്ടാലും നമുക്ക് ഇവിടെ എന്തുകൊണ്ട് ചാണകക്കൂട്ടിലോട്ട് കയറാതെ നമുക്ക് മുട്ട എടുക്കാനായിട്ട് സാധിക്കും. അപ്പം എന്താണ്ട് ഇവിടെ ഇങ്ങനെ ഒരു ടയറൊക്കെ വെച്ചിട്ടുണ്ട്. ടയറിനകത്തോട്ട് കുറച്ച് അറക്കപ്പൊടിയൊക്കെ ഇട്ടിട്ട് എങ്ങനെ ഇട്ടിരിക്കുന്നതാണ്. അപ്പോൾ അവർ അതിനകത്ത് ഇരുന്നങ്ങ് മുട്ടയിട്ടോളും. നമുക്ക് പുറത്തുനിന്ന് തന്നെ അങ്ങ് പറക്കി എടുക്കാം. അപ്പം അങ്ങോട്ട് 2 ദിവസം കൊണ്ട് എനിക്ക് കിട്ടുന്ന മുട്ടയാണ് കേട്ടോ. ഇവിടെ മുട്ടയാണെങ്കിൽ എപ്പോഴും ഇങ്ങനെ ആൾക്കാർ വന്നുകൊണ്ടേയിരിക്കും, മുട്ടയുണ്ടോ എന്ന് ചോദിച്ചതുകൊണ്ട്. അപ്പം മുട്ട വിൽക്കാനൊന്നും നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. അപ്പം ദിവസം നമുക്ക് 12-13 മുട്ട നമുക്ക് കിട്ടും. നമ്മുടെ ആവശ്യം കഴിഞ്ഞാലും നമുക്ക് ഇഷ്ടം പോലെ കൊടുക്കാനുണ്ട്. അപ്പം പെണ്ണുങ്ങൾക്കൊക്കെ നല്ലൊരു വരുമാനമാണ്. താല്പര്യമുള്ളവർക്കൊക്കെ വളർത്താം. പെണ്ണുങ്ങൾക്ക് മാത്രമല്ല, നമ്മൾ കുടുംബമായിട്ട് നമ്മൾ ഒത്തൊരുമിച്ച് ചെയ്യാന്നുണ്ടെങ്കിൽ ലാഭകരം എന്ന് ഞാൻ പറയത്തില്ല, നല്ലൊരു പണിയാണ്. അതുകൊണ്ട് നമ്മുടെ കൂട്ടിലൊക്കെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ പുല്ലുകൾ, ഞാനിപ്പം പൊന്നാങ്കണ്ണിയാണ് കൊണ്ടിട്ട് കൊടുത്തിരിക്കുന്നത്. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഏത് ഇലയും കൊടുക്കാം. പിന്നെ നമ്മുടെ പറമ്പിലുള്ള പുല്ലുകളൊക്കെ കൊണ്ടുവന്ന് കെട്ടിത്തൂക്കിയോ അരിഞ്ഞിട്ട് ഓടിക്കുകയോ അല്ലെങ്കിൽ കൂട്ടിനകത്ത് ഇട്ട് ഓടിക്കുകയോ ഒക്കെ ചെയ്യാം. പിന്നെയെന്ന് പറഞ്ഞാൽ ഇല മാത്രമല്ല, വാഴപ്പിണ്ടി, വാഴക്കൂമ്പ്, അതുപോലെ നമ്മൾ മീൻ വെട്ടുമ്പോൾ അതിൻ്റെ വേസ്റ്റുകൾ ഒക്കെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം. പിന്നെ ആഹാരങ്ങളെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എന്തൊക്കെ കൊടുക്കാമെന്നുള്ളത്. എല്ലാം നമ്മുടെ കോഴിക്ക് കൊടുക്കാം. പക്ഷേ മുട്ട വേണമെന്നുണ്ടെങ്കിൽ അവരുടെ മുട്ട തീറ്റ അവർ കൊടുത്തേ പറ്റൂ. ലെയർ മാഷ് കൊടുത്തേ പറ്റത്തുള്ളൂ. ആഹാരത്തിനോടൊപ്പം തന്നെ അത് ഇളക്കി കൊടുക്കുന്നത് നന്നായിരിക്കും. പിന്നെ കോഴിയെക്കുറിച്ചുള്ളതായ നല്ല നല്ല വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കിയിട്ട് അതേപോലെയൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോഴേ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഈ ചാണകം പൊടിക്കുന്ന മെഷീനുകളെ ഇഷ്ടപ്പെട്ടുകയാണെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കും ഇതേപോലെ വാങ്ങിച്ച് നിർത്താം. ചാണകമൊക്കെ കൃഷിയൊക്കെ ചെയ്യാന്നുണ്ടെങ്കിൽ ചാണകമൊക്കെ എന്തായാലും അത്യാവശ്യമാണല്ലോ. അപ്പം ഇങ്ങനെ ഒരു 5-6 കോഴികളും കൂടെ ഉണ്ടെങ്കിൽ അവർ നല്ല ഒന്നാന്തരമായിട്ട് ഇങ്ങനെ ഒരു ചെറിയ ഷെഡും കൂടെ ഉണ്ടാക്കി കൊടുക്കാന്നുണ്ടെങ്കിൽ നമുക്ക് പട്ടിയോ പിന്നെ അതുപോലെ തന്നെ മരപ്പട്ടികളോ ഒന്നും കീരിയോ ഒന്നും കൊണ്ടുപോകാതെ കോഴിയെ വളർത്തുകയും ചെയ്യാം. നമ്മുടെ ആവശ്യത്തിന് മുട്ടയും കിട്ടും. നമുക്ക് ചാണകവും പൊടിച്ച് കിട്ടും. നമ്മുടെ വീട്ടിലെ വീട്ടിലെ വേസ്റ്റുകളാണെന്നുണ്ടെങ്കിലും പറമ്പിലെ പച്ചപ്പുല്ലും കരിയിലൊക്കെ കൊണ്ടുവന്ന് ഈ കുഴിയിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അവർ അവരുടെ ഭക്ഷണം ആക്കിക്കോളും. നമുക്ക് നന്നായിട്ട് മുട്ടയും കിട്ടിക്കോളും. അപ്പോൾ ഈ വിദ്യ നിങ്ങളെല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് വിത്തുകളോ ഗ്രോ ബാഗുകളോ ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റായ minis-lifestyle.com ഒന്ന് വിസിറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതായ വിത്തുകളും ഗ്രോ ബാഗും ഒക്കെ വാങ്ങിക്കാവുന്നതാണ്. അപ്പം നിങ്ങൾ ഫേസ്ബുക്കിൽ കാണുന്നുണ്ടെങ്കിൽ അവിടെ ഒന്ന് ഫോളോ ചെയ്തേക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ഞാൻ മിനി. നന്ദി, നമസ്കാരം.